എന്നെ കൊണ്ട് ആ സമയത്ത് ചട്ടി അടുപ്പിക്കാൻ സമ്മതിച്ചില്ല. കുറേ പേര് ചോദിക്കാറുണ്ട് സ്മിതിക്ക് ആരാണ് ക്യാമറ പിടിച്ചു തരുന്നത്. ഇങ്ങനെയായിരിക്കും പപ്പയ്യ എണീക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അയ്യോട്ടാ പേളിക്കുട്ടി ഉണ്ടല്ലോ, നേരത്തെ ഇങ്ങോട്ട് വന്നിട്ട് നോക്കിയേ, എള്ളം വെയിൽ കൊണ്ട് കിടക്കണ നോക്കിയേ അല്ലേ പേളിക്കുട്ടി. സുന്ദരിക്കുട്ടി കേട്ടോ, കിടന്നോട്ടോ. ഇന്ന് നമ്മളേ ഞാൻ വരുമ്പോൾ കുറച്ച് വെണ്ണീറൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതായത് നമ്മുടെ കൊള്ളിക്കും പയറിനൊക്കെ വെണ്ണീറൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട്. പിന്നെ നമ്മുടെ സാധാ ചെയ്യാറുള്ള പോലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ പറമ്പിലേക്ക് എത്തി നമ്മൾ. പിന്നെ നമ്മുടെ അബിയു നോക്കണം. നമ്മുടെ അബിയു നോക്കട്ടെ ആദ്യം. നല്ല മഞ്ഞ കളറിലുള്ള നിൽക്കണുണ്ട്. നോക്കിയേ, ഇന്ന് പൊട്ടിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. 3 ദിവസമാണ് ഈ കളറ് കയറി നിൽക്കുള്ളൂ എന്ന് പറയാനായിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്ക് പോകുമ്പോഴേ ഇത് പൊട്ടിച്ചിട്ട് പോവാട്ടാ. ഇത് അടുത്തൊരാൾ ഇനി നമുക്ക് ഇതിന്മേൽ നിറച്ചുണ്ടാവുന്നത് എനിക്ക് തോന്നണേ. കാരണം ഇതിന്മേൽ പൂവൊക്കെ കാണാനുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, കണ്ട പൂവ്. അപ്പം ഇപ്പം നോക്കി ഈ പൂവൊക്കെ എത്ര അടുത്താണ്. അപ്പോൾ ഒരു അബിയു വലുതായി വരുമ്പോൾ നോക്കി എത്രയും വലുപ്പമുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് കുറേ പൂ കൊഴിഞ്ഞിട്ട് ഞാൻ തോന്നുന്നുണ്ടാവുള്ളൂ എന്ന് തോന്നുന്നുണ്ട് കേട്ടാ. അപ്പം അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മുടെ എന്താ പറയുക അബിയു ഉണ്ടായി കിട്ടി. എത്ര നാളെ എന്ന് പറയും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു പഴുത്തോ എന്ന് വെച്ചിട്ട്. അപ്പോളേ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അബിയു കാണിച്ചപ്പോൾ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, സ്മിത ഈ അബിയു ആരുടെയോ ബർത്ത്ഡേക്കാണ്ട് വെച്ചിട്ടുള്ളൊരു തയ്യല്ലേന്ന്. ബർത്ത്ഡേക്കല്ലായിരുന്നു, നമ്മുടെ കഴിഞ്ഞ വർഷത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് വെച്ച തയ്യായിരുന്നു അബിയു. അപ്പോൾ ഇതാ ഇപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോഴേക്ക് ഇത് ഉണ്ടായില്ലേ, നിറച്ചുണ്ടാവും. അപ്പം ഇനി നമ്മുടെ ആദ്യം എന്നിട്ട് ചെയ്യണ്ടേ, ഞാൻ ആദ്യം നമ്മുടെ കൊള്ളിക്കൊക്കെ വെണ്ണീരിട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഷായിട്ട് വരും. അപ്പോൾ ഷായിട്ട് അത് മണ്ണിടും ചെയ്യാം. നമ്മുടെ കപ്പലണ്ടി എല്ലാം മുളച്ചു. അപ്പോൾ ഈ പയറിനാട്ടോ നമ്മൾ വെണ്ണീരിട്ട് കൊടുക്കണേ. സെൻറ്ററിൽ വയ്ക്കും. അപ്പോൾ 2 സൈഡിൽ ഒരേപോലെ ഇട്ട് കഴിയും. വെണ്ണീരിടുമ്പോൾ കട തൊടില്ലാട്ടാ, അതേപോലെ. കുറേശ്ശെ മതി, പിന്നെ നനയ്ക്കനുസരിച്ച് ചെന്നോളും. ഭയങ്കര പുളി കൂടിയതാണ് വെണ്ണീറേ. അപ്പോൾ കടക്കിലേക്ക് കൂടുതലായിട്ടുണ്ടെങ്കിൽ തന്നെ നന്നായി നനച്ച് കൊടുത്തോളൂ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ കരിഞ്ഞു പോവും. പിന്നെ ചിലവർക്ക് വെണ്ണീർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാരട്ട, ചിലവർക്ക് അറിയില്ല. അത് നമ്മുടെ ഭാഷയിൽ അങ്ങനെ വെണ്ണീർ അല്ലെങ്കിൽ വെണ്ണൂറ് അങ്ങനെ പറയും. അപ്പോൾ ചാരത്തിനാട്ടോ നമ്മളിത് പറയണത്. അപ്പോൾ പയറിന് വെണ്ണീറിട്ട് കഴിഞ്ഞു. ഇനി നമ്മുടെ കൊള്ളിക്കും കൂടി ഇടാം. നോക്കി നമ്മുടെ കപ്പലണ്ടി. നോക്കി നമ്മുടെ കൊള്ളി നമുക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ പറിക്കാനായിട്ട്. നമുക്ക് ഇന്ന് പോകുമ്പോൾ കൊള്ളി പറിക്കണം. നമുക്ക് ചോദിച്ചിട്ടേ ഇന്ന് വാസം തേച്ചി കൊള്ളി ഉണ്ട് സ്മിതയെന്ന്, കൊള്ളി ഉണ്ട് ഇന്ന് പറിക്കാം നമുക്ക് പോകുമ്പോൾ. ഇപ്പോൾ കൊള്ളിക്കായാലും നമ്മളിതാ കട തൊടാതെ ഇട്ട് കൊടുക്കുക. ഇത് നമ്മുടെ നിത്യവൈദ്യനിക, കണ്ടോ, നിത്യവൈദ്യനിക പൂവായി തുടങ്ങി. തൊട്ടപ്പുറത്തായിട്ടാണ് നമ്മൾ പടവലത്തിൻ്റെ പന്തലിട്ടോണേ. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ദിവസം നോക്കണം. കാരണം ഇവരുടെ ഈ തല ഇങ്ങനെ വലുതായി വരുന്നതിനനുസരിച്ച് കണ്ടോ, ഞാനിങ്ങനെ ഇതിങ്ങനെ വിട്ട് കഴിഞ്ഞ് ഇങ്ങോട്ടാണ് പോണത്. പക്ഷെ നമ്മളതിങ്ങനെ വളച്ച് ഇങ്ങോട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് ചുറ്റി വിടണം. അപ്പോൾ അങ്ങനെ പടവല നല്ല തൈയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, കുഴപ്പമില്ലാണ്ട്. പിന്നെ നോക്കിയാൽ നമ്മുടെ കയറ്റ് തൈ നോക്കിയാൽ നമ്മുടെ വീഡിയോയിൽ ഓരോ ദിവസവും നമ്മളുടെ എന്താ പറയുക ഓരോന്നിൻ്റെ വളർച്ച
നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം കയറ്റ് തൈ ഇത്രയും വലുതായി. അതേപോലെ തന്നെ ഇപ്പുറത്ത് നിൽക്കുന്ന ബീട്രൂട്ട് തൈ അതേപോലെ വലുതായി ട്ടുണ്ട്. ഇന്നിപ്പോൾ എനിക്ക് ഇത് നമ്മുടെ ഉള്ളി, ഇന്ന് എനിക്ക് പണിയുള്ളത് നമ്മുടെ പണിയൊന്നുമല്ല, ഇത് രസം, നമ്മുടെ സബോളയുടെ ഇടയിൽ നിറച്ച് ചീരത്തയും കളപ്പൂലൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് അത് വലിക്കണം. ഇപ്പോഴും നമ്മുടെ കപ്പലണ്ടിക്ക് നോക്കിയേ, അന്ന് ഇവിടെ നടുന്ന സമയത്ത് നമുക്കൊരു ഇവിടെ മുന്നേ നട്ടിട്ട് കപ്പലണ്ടിയുടെ കട കിട്ടിയതാ. നോക്കിയേ പൊളിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാണ്. നോക്കി പൊളിക്കുമ്പോൾ നല്ല മണി ഉണ്ടോ, എന്തൊരു നല്ല ബെസ്റ്റ് മണിയാ. എല്ലാത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ തന്നെയാവും. ദേ ഉണ്ടോ, നമ്മൾ ഇവിടെ സബോളയും ഉള്ളിലേക്ക് നടുന്ന സമയത്ത് ഇവിടുത്തെ തടത്തിൽ നട്ടുണ്ടായിരുന്നല്ലേ. അപ്പം അന്നിങ്ങനെ കട പറിച്ചപ്പോൾ ഞാൻ അന്ന് കാട്ടി തന്നു. എന്നിട്ട് അങ്ങനെ നമ്മളത് ഉപയോഗിച്ചില്ല, കാരണം അധികം കടയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ ഉണ്ടായിരുന്ന ഒരു കട ഇവിടെ കിടക്കണേൽ ഇത് എത്ര മണി കിട്ടി. ഇനി നമ്മുടെ സബോളയുടെ ഇടയിലത്തെ പുല്ല് വലിക്കില്ലേ നോക്കിയേ. എനിക്ക് കൈ കൊണ്ട് പിടിക്കാൻ പറ്റണ പുല്ല വലിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് കഴിയുമ്പോഴേക്കും കാണാം ബാക്കിയുള്ളവർ പെട്ടെന്ന് അങ്ങനെ വലുതാവും. കാരണം ഈ ഉള്ളിയുടെ സബോളയുടെ ഒക്കെ ഇടയിൽ അതുപോലെ ക്യാരറ്റ് ബീട്രൂട്ട് ഇതിൻ്റെ ഇടയിലൊന്നും തീരെ കളപ്പുല്ല് പാടില്ല. കാരണം ഈ കളപ്പുല്ലിൻ്റെ കട നല്ല വലിപ്പം വരും. അപ്പോൾ ഇവരുടെ സബോളയൊക്കെ ഉണ്ടാകുമ്പോൾ അതിനങ്ങനെ ഒതുക്കി കളയും. അത് കാരണം ഇപ്പോഴേ ഇങ്ങനത്തെ പുല്ലൊക്കെ വലിക്കാൻ നമ്മൾ കയ്യുമ്പോൾ ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ അത് പറ്റില്ല. ആ ഗ്ലൗസ് എങ്ങനെ പോയാലും നമുക്ക് ഈ വലിക്കണ ഒരു സ്പീഡ് ഒന്നും ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുമ്പോൾ കിട്ടണില്ല. അത് കാരണമായിട്ട് ഞാൻ ഗ്ലൗസ് ഒന്നും ഇടാണ്ടിരിക്കണേ. നമ്മുടെ പേളിക്കുട്ടി നോക്കിയേ, നല്ല ഉറക്കായി. പേളിക്കുട്ടിക്ക് അറിയാമല്ലോ, നമ്മൾ പറമ്പേ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും ഇവിടെ തിരിച്ച് വീട്ടിൽ പോവില്ലാന്ന്. അവിടെ നല്ലൊരു ഉറക്കം കഴിയും. ഷായേട്ടനെ നമ്മൾ കൊള്ളിക്കൊയ്ക്കും വെണ്ണീറിട്ടുണ്ടായിരുന്നില്ലേ, അപ്പം അതിന് മണ്ണിടാട്ടാ. കണ്ടോ, ഇതേപോലെയാണ് ചേട്ടൻ മണ്ണിടുക. കണ്ടോ, ഞാനിങ്ങനെ വെണ്ണീറിട്ട് പോയി ഇതേ അതിൻ്റെ മുകളിലേക്ക് നോക്കിയേ, ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കും. ഇനിയൊരു 4 ദിവസം കഴിയുമ്പോഴേക്കും നോക്കിക്കോ, നല്ല രസമാവും. അത് നല്ല ഭംഗിയിൽ വരും. പോകുമ്പോൾ അത് ഈ പപ്പായ പൊട്ടിച്ചോട്ടാ, കഴിഞ്ഞ പോലെ നിൽക്കണ പപ്പയത് നല്ല രസമായിട്ട് വരുന്നുണ്ട്. ഒരു കൂടുതലായിട്ട് അധികം മണ്ണുള്ളതല്ല പപ്പായ, ഭയങ്കര ടേസ്റ്റാ. ഇത് രണ്ടും പൊട്ടിക്കല്ലേ? അത് രണ്ടും പൊട്ടിക്കാം. രണ്ടിൻ്റെ ഏതാണ്ട് ഓരോ കളറായിട്ടുണ്ട്. ഞാൻ ലിഷായിട്ടാ ഈ സബോളയുടെ ഇടയിലത്തെ പുല്ല് വലിച്ച് കളഞ്ഞ് കഴിഞ്ഞാലേ ആ ഉള്ളിയുടെ ഇടയിൽ ചിലയിടത്ത് ഓരോ കടകളുണ്ട്, അതുകൂടി വലിക്കല്ലേ? അത് വലിച്ചോ, 2 ദിവസം കഴിയുമ്പോഴേക്കും അതിനായിരുന്നു വലിപ്പം. അതന്നെ, അതുകൂടി വലിച്ചിട്ട് അവസാനിപ്പിക്കണുള്ളൂ. അപ്പം നോക്കിയേ, നമ്മുടെ സബോളയുടെ ഇടയിലുള്ള പുല്ല് വലിക്കലൊക്കെ കഴിഞ്ഞു. കാണുന്ന പോലെയല്ല കേട്ടോ, എപ്പോഴായാലും നമുക്ക് തോന്നും ഇത്ര അധികം പുല്ലൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. ഇതേ പുല്ലൊക്കെ ഇഷ്ടം പോലെ പുല്ലായിന്നേ.
എന്തൊരു വേഗം പുല്ല് വളരണേ. ഇതേപോലെ നമ്മൾ വെക്കണ പച്ചക്കറി തൈകളൊക്കെ ഇതേപോലെ വേഗം വേഗം വളർന്നെങ്കിൽ അവരെക്കാൾ സ്പീഡിൽ വളരുന്നത് ഇവരാ. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിലേ ഞാൻ സബോളയുടെ ഇടയിൽ മാത്രമല്ല നമ്മുടെ ഉള്ളിത്തടത്തിൻ്റെ ഇടയിലും ചെറുതായിട്ട് പുല്ലുകളുണ്ട്, അത്യാവശ്യം വലുപ്പമായിട്ടുണ്ട്. അവിടേക്കൊന്നുമില്ല, ഇത് ഇവിടെ കുറച്ച് ഭാഗം അതുകൂടി ഞാൻ വലിച്ചെടുക്കുന്നുണ്ട്. എന്തായാലും ഇത്തിരി നേരം നിൽക്കാമെന്ന് വെച്ചു പറമ്പിൽ. പക്ഷെ ഇവിടുന്ന് ചെന്നിട്ട് വേണേ നമ്മുടെ കൊപ്ര ഉണക്കണം. കൊപ്ര പരത്തിയിട്ടില്ല. ഇവിടെ വെയിലാകുമ്പോൾ നേരത്തെ ഇങ്ങോട്ട് വന്ന കാരണം എന്നും പുല്ല് വലിക്കണം നമുക്ക്. അപ്പോൾ നമ്മുടെ ഇന്ന് ഒരു സവോളയുടെ തടത്തിലത്തെ പുല്ലിൻ്റെയും കഴിഞ്ഞു, ഉള്ളിത്തടത്തിലത്തെയും കഴിച്ചു. നമ്മുടെ ചെറിയ വാഴ കടകൾ വലുതായി വരുന്നുണ്ട്, അവർ കിട്ടുമൊക്കെ അത്. ഇനി കൈ കഴുകിയിട്ട് പേല് കൂട്ടിയിട്ട് ഉറക്കം നോക്കി വല്ലതും അറിയണ്ടോ നോക്കിയവള്. ഇനി കൈ കഴുകിയിട്ട് അതൊക്കെ പൊട്ടിക്കാം. ഇനി നമുക്ക് ഒരു കൊള്ളി പറിക്കാട്ടാ. ഇത് നോക്കി നമ്മുടെ ആന വേണ്ട വേണ്ട. ഇത് നമ്മൾ ഒന്ന് വിത്തിന് വേണ്ടി നിർത്തി വയ്ക്കി നോക്കണതാ. എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ഷായേട്ടനെ വിളിക്കാൻ നല്ലത്. ഷായേട്ട അങ്ങോട്ട് പോരേട്ടാ, എനിക്ക് പറ്റണില്ല. ഇപ്പോഴേ വേനലായ കാരണേ ദേ കൊള്ളി മുകളിൽ നിൽക്കണേ കണ്ട. ഷായേട്ടൻ കൈക്കോട്ട് കൊണ്ട് നീക്കിയപ്പോൾ നോക്കിയാൽ കൊള്ളിയിട്ട് നമ്മൾ കൊണ്ടു. പക്ഷെ നല്ല ഉറപ്പ് മണ്ണിനെ കൊണ്ട് തീരെ പറ്റണില്ല. കൊള്ളിയത് നല്ല മുകളിൽ നിൽക്കണേ, എന്നിട്ട് പോലെ എനിക്ക് പറ്റില്ല. അതാണ് പൊട്ടണ്ടാന്ന് വെച്ചിട്ടാക്കണത്. പോരും 2-3 ഉണ്ട്. ഈ കൊള്ളിക്ക് ഇപ്പൊ ശരിക്കും നമ്മുടെ ഈ കൊള്ളികളൊക്കെ 6 മാസം കൊള്ളിയാണ്. ഇപ്പൊ 6 മാസം കഴിഞ്ഞിപ്പോ ഒരു കൊല്ല പറയില്ല ചേട്ടാ. പക്ഷെ ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, വേവണും ഉണ്ട്, ടേസ്റ്റും ഉണ്ട്. ഇപ്പൊ കേടും വന്നിട്ടില്ല എത്ര നാള് മണ്ണിലിരുന്നിട്ട്. കണ്ട എന്തൊരു നല്ല കൊള്ളിയാ നോക്കിയേ. നല്ല ഗുണ്ടപ്പും കൊള്ളി താഴേക്ക് പോയിട്ടല്ലേ, വെറുതെ എനിക്കൊണ്ട് തീരെ പറ്റാത്ത. മിനിഞ്ഞാന്നില്ലേ ചേട്ടാ കൊള്ളി വന്ന് പറിച്ചിട്ടേ 2 കൊള്ളി പൊട്ടിരിക്കുന്നുണ്ട് അപ്പുറത്ത്, ഈ കൊള്ളിത്തറിയുടെ അപ്പുറത്തായിട്ട്. ഞാനത് പറയാൻ വിട്ടുപോയി. അതും കൂടി ഒന്ന് കളിച്ച് നോക്കിക്കോളോട്ടുണ്ടോന്ന്. 2 പൊട്ടിയിട്ടുണ്ടായിരുന്നു. എന്റെ അമ്മ എത്ര അടിയിലേക്ക് പോയിട്ട് ഒന്ന് നോക്കിയേ, എന്ത് നല്ല കൊള്ളിയാ നോക്കിയേ. കൊള്ളിയുടെ വണ്ണം നോക്കിയേ. ചെറിയൊരു കട അതല്ല, ഈ വണ്ണം നോക്കത് ഈ ഒരു കൊള്ളിയിടേക്ക് നോക്കിയേ. കൈ കാണില്ല കണ്ട, അത്രയും വലിപ്പമുള്ള കൊള്ളിയാ. അതുപോലെ ഇപ്പുറത്തേ ഉണ്ടോ കൊള്ളി അതെ ചേട്ടാ കണ്ട, എന്തൊരു വണ്ണമുള്ള കൊള്ളിയാ. അതല്ല തറി നോക്ക്, തിരിയുള്ളോ ഇതുമല്ലാണ് സൂപ്പർ സാധനം. ചേട്ടാ അതിന്റെ അപ്പുറത്ത് ഒന്ന് മാന്തി നോക്കിയേ. അയ്യോ തൊടീനെ. അയ്യോ 2 പൊട്ടിയിരുന്നുണ്ട് ഉണ്ടല്ലേ. ഞാനതേ അപ്പൊ വന്നപ്പോ അപ്പോഴത്തെ ആവശ്യത്തിന് ഉണ്ടായിരുന്നു, അപ്പൊ അത് മതിന്ന് വെച്ചിട്ട് പോയി. ഞാൻ പറിച്ചെന്റെ കുറ്റിയാണ് ഇപ്പുറത്ത് കിടക്കണത്. കുറ്റി ഇന്നലെ പറിച്ചെന്റെ കുറ്റി. നീളമുള്ള കൊള്ളിയില ഒരെണ്ണം കൂടി കാണും ചേട്ടാ. 2 എണ്ണാത്ത അറിയുമ്പോ പൊട്ടിരിക്കണ്ടായിരുന്നു. സൂപ്പർ സൂപ്പർ. കൂടുതലായി
ഒന്നുകൂടി കാണണം. ഇതാന്ന് തോന്നുന്നുണ്ട്. അതെ അതെ. ചെറുതാ, എന്നാലും കുഴപ്പമില്ല. 2 കൊള്ളി. സൂപ്പർ സാധന. ശരിക്കും എന്ത് വണ്ടി വേണ്ടായിരുന്നു. അതല്ലേ ഞാൻ കഴിഞ്ഞ വട്ടം പറിച്ചിട്ട് ഞാൻ 2 പൊട്ടിരിക്കുന്നത് എനിക്കറിയായിരുന്നു. പക്ഷെ അതിനും കംപ്ലൈന്റ് ഇല്ല കൊള്ളിക്ക്. നല്ല കൊള്ളി. ഇങ്ങനെ പിടിച്ചാൽ മതി. വീഴില്ല. അത് വീഴുകയാണെങ്കിൽ ഞാൻ അടുത്തോണ്ട് വരുമ്പോ. എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് സ്മിതിക്ക് ആരാണ് ക്യാമറ പിടിച്ചു തരുന്നതെന്നുള്ളത്. അതെ, എൻ്റെ ഈ ക്യാമറ സ്റ്റാൻഡ് ഇതാണ്. ഈ സ്റ്റാൻഡ് വെച്ചിട്ടാണ് ഞാൻ കൂടുതൽ വീഡിയോ പിടിക്കാറ്. ഇപ്പോൾ ഞാൻ അടുത്തേക്കൊക്കെ കാണിക്കുമ്പോൾ ക്യാമറ ഇത് വെച്ചിട്ട് ഇതിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ കാണിക്കും. അപ്പോൾ അടിയിലേക്ക് ശരിക്ക് ഫോക്കസ് ചെയ്ത് അങ്ങനെ കാണും. ആ രീതിയിലാണ് ഞാൻ പിടിക്കാറ് കേട്ടോ. പിന്നെ ഷായേട്ടൻ എൻ്റെ പറമ്പിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ ഷായേട്ടനെ വിളിക്കും പിടിച്ചു തരാൻ വേണ്ടിയിട്ട്. അതല്ലേ മോനുണ്ടെങ്കിൽ ഇപ്പോൾ അവനായാലും വന്ന് അങ്ങനെ ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ പിടിച്ചു തരാറുണ്ട് കേട്ടോ. ഇതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ അടുക്കളയിലൊക്കെ വെച്ചിട്ട് ഞാൻ വീഡിയോ പിടിക്കുന്നതെല്ലാം നമ്മുടെ ഈ സ്റ്റാൻഡ് വെച്ചിട്ടാട്ടോ. അതിനിപ്പോൾ ആരും വിളിക്കാറില്ല. പറമ്പിൽ ചില സമയത്ത് ഇപ്പോൾ ഷായിട്ടുണ്ട് വരുന്ന കാണുമ്പോൾ പെട്ടെന്ന് വരാകുമ്പോൾ ഞാൻ പറയും ഷായിട്ട് ഒന്ന് പിടിച്ചു തന്നേന്ന് പറയും. കാരണം നമുക്ക് ഈ സ്റ്റാൻഡ് വെച്ചിട്ടാകുമ്പോഴേ സ്റ്റാൻഡ് വെച്ച് പിന്നെ ക്യാമറ വെച്ച് നോക്കണം ഇത് നമ്മുടെ എത്ര സ്ഥലത്തേക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറേ ടൈം വൈകണം. അപ്പോൾ ഇവിടെ തോന്നും അത്രയും സമയം. അപ്പോൾ അത് കാരണം ഞാൻ ഷായിട്ടിനോ മോനുണ്ടെങ്കിൽ ആവുന്നതും അവരെന്നെ ഞാൻ വിളിക്കുകയും ചെയ്യും ഒന്ന് പിടിച്ചു തരാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങോട്ടാണ് എൻ്റെ ക്യാമറമാൻ. ആരാ ശരിക്കും ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഈ ക്യാമറ സ്റ്റാൻഡാണ്. നല്ല ടേസ്റ്റായിട്ട് ഈ പപ്പായ. ഭയങ്കര രസം. നല്ല കറുകറുകടന്നിനെ കഴിക്കാൻ പറ്റുന്ന ഒരു ടൈമാണ് സമയം അത്. ഇതൊരു ടേസ്റ്റ് എന്നറിയും. ഇത് 2 ദിവസം കഴിഞ്ഞാൽ അതേപോലെ തന്നെ കഴിക്കാൻ പറ്റും. ഉള്ളൊക്കെ നല്ല റെഡ് നല്ല ടേസ്റ്റ്. ഞാൻ ചെത്തി കാട്ടി തരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പടവലങ്ങ ഉണ്ട്. ആ പടവലങ്ങയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ എത്തിയിട്ട് പറയാം. പടവലം നോക്കിയേ. ഈ പടവലങ്ങയുടെ കട പോലെ എവിടെയാണെന്ന് അറിയില്ല. അത്രയും മാസങ്ങൾ പഴക്കുണ്ട് നമ്മുടെ ഈ പടവലങ്ങയ്ക്ക് കേട്ടാ. വെറുതെ വന്ന് നോക്കുമ്പോൾ എങ്ങനെയല്ല ഒരെണ്ണത്തിന് ഒരാളെ കിട്ടും. ഇതിപ്പോൾ 2 എണ്ണം ഉണ്ട്. ഇപ്പം ഇത് ഒരെണ്ണം അപ്പുറത്ത് ഒരെണ്ണം കൂടി ഉണ്ട്. അതിനും പൊട്ടിക്കാം. ഇതാണ് നമ്മുടെ പടവലത്തിൻ്റെ തണ്ട്. നമ്മൾ പടവലങ്ങ പൊട്ടിച്ചത് അവിടെ അറ്റത്തുന്നത്. ഈ കയറുമ്പോൾ ഇങ്ങനെ ചുറ്റും അങ്ങനെ പോയൊക്കെയാണ്. ഇപ്പോൾ ഇതാ ഇവിടെ ഒരാളുണ്ട്. പിന്നെ അതേപോലെ തന്നെ നിത്യവഴുതനങ്ങയും ഇതുമ്മ കയറിയിട്ടുണ്ട്. നിത്യവഴുതനങ്ങ ഇതുമ്മ കയറിയിട്ട് നേരെ ഇതാ മാവുമ്മയ്ക്ക് കയറി പോയി വെക്കണേ. മാവുമ്പത്തേ കുറേ ഉണങ്ങിയോണം നിൽക്കണ കണ്ടാ. അത് നമുക്ക് പൊട്ടിക്കാൻ പറ്റില്ല. അത് ഇനിയിപ്പോൾ നമ്മുടെ അബിയു. അപ്പം നമ്മുടെ കാത്തിരുന്ന് കിട്ടിയ നമ്മുടെ അബിയു. അത്രയും എന്താ പറയുക ഓരോ ദിവസം അതേപോലെ നമ്മൾ നോക്കിയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് പഴുത്ത് കിട്ടണവരെ. നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാനായിട്ട്. ഇനി കഴിക്കുമ്പോൾ എങ്ങനെയാണാവോ? ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ. ആദ്യമായിട്ടായിട്ടൊന്ന് കഴിക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ ഈ അബിയുവിന് പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മുടെ 25ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്കാണ് ഈ അബിയു നമ്മൾ വെച്ച് കൊടുത്തത്. അബിയുവിനൊപ്പം തന്നെ വെച്ചതാണ് നമ്മുടെ ഈ ഒരു അമ്പഴം. അമ്പഴം അധികം വലുതായിട്ടൊന്നുമില്ല, അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ കായകൾ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. ഇനിയിപ്പോൾ നല്ല വെയിലായി. വേഗം വന്ന് പോകണമെന്നൊക്കെ വിചാരിച്ചതാണ് പറമ്പിൽ. അങ്ങനെ വിചാരിച്ച പോലെ പറമ്പിൽ വന്ന് പെട്ടെന്ന് പോകാനൊന്നും പറ്റാറില്ല. അത് മാത്രമല്ല നമ്മുടെ കൊപ്ര വെയിലത്തിട്ടിട്ടില്ല. വേഗം പോട്ടെ. ഇനി നമ്മുടെ പേളിക്കുട്ടിയാണെങ്കിൽ നല്ല ഉറക്കം. അവളെ വിളിക്കട്ടെ. ഇനി നമുക്ക് വീട്ടിൽ പോവാട്ടാ. പേളിക്കുട്ടി പാപം നോക്കിയേ. കുറേ ഒരു സ്ഥലത്ത് കിടന്നുറങ്ങും. പിന്നെ അവിടെ നിന്നിട്ട് വേറെ സ്ഥലത്ത് കിടന്നുറങ്ങും. പേളിക്കുട്ടി എണീക്ക്. നമുക്ക് ഓ അടിമോളോ എണീക്ക്. വാ എണീക്ക് പൊന്നാ. എണീക്കിട്ട് പൊന്നേ. എന്തുറക്കല്ലോക്കെ. ഞാൻ പോവാട്ടെ. എന്നാൽ പേളിക്കുട്ടി പിന്നെ വന്നാൽ മതി. ഞാൻ പോട്ടെ. വാ ഒടിയോ എൻ്റെ മോള് വാ.
നമ്മളെ പറമ്പിലത്തെ കഴിഞ്ഞ് വന്നപ്പോളേ കൊപ്പറയുടെ നേരം വൈകുന്നു. ഒരുവിധം ഉണക്കായിട്ടാണ് നമ്മൾ ഒരുവിധം ഉണക്കായതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം. കുറച്ച് മാത്രമല്ല ഉണ്ടായിരുന്നു നമുക്ക് പച്ച, അത് മാത്രം ഉണങ്ങി കിട്ടത്തിരി സമയം പിടിക്കുമല്ലോ. ഒരു 2 ദിവസം വെയിലൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കാറാവും. പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്മിത എങ്ങനെയാണ് വെളിച്ചെണ്ണ കേടാവാതെ ഇങ്ങനെ ഇരിക്കണേ എന്നുള്ളത്. അപ്പം ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ ആട്ടി കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതൊരു 3-4 ദിവസത്തേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ തെളിഞ്ഞ് വരും. ആ തെളി വന്നു കഴിഞ്ഞാൽ നമ്മളതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് അതിൽ മറ്റേ കുരുമുളക്, ഇപ്പോൾ ഒരു 10 ലിറ്റർ വെളിച്ചെണ്ണയിലേക്കൊക്കെ ആണെങ്കിൽ ഒരു 5-8 മണി ഉണക്ക കുരുമുളക് ഉണ്ടല്ലോ, വെറുതെ ഒന്ന് ചതച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. കേടാവാതിരിക്കട്ടെ. ഞാനിപ്പോൾ ഇത് വർഷങ്ങളോളമായിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നതാണ്. എനിക്കൊരു വർഷത്തിനേക്കാളും കൂടുതൽ ഇരിക്കാറുണ്ട്. അപ്പം ഞാൻ എന്തായാലും നമ്മുടെ ഈ കൊപ്രയൊക്കെ ആട്ടിക്കൊണ്ട് വന്നതിന് ശേഷം ആ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നെ തരാം കേട്ടോ. അപ്പം എനിക്ക് കുറച്ച് ചട്ടികൾ പെയിൻറ് ചെയ്യാനുണ്ട്. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ അവിടെ ഇപ്പോൾ ചട്ടി നശിപ്പിക്കുന്ന സ്വഭാവമില്ല, പക്ഷെ അവർ ഓടുമ്പോഴൊക്കെ അറിയാണ്ട് വീണിട്ടാണ് പൊട്ടണത്. അപ്പോൾ നല്ല വാർക്ക ചട്ടിയിട്ടാണ്, ഭയങ്കര വെയിറ്റാണ് ഈ വാർക്ക ചട്ടിക്ക്. അപ്പോൾ വർഷമായിട്ട് മേടിക്കാൻ പോയപ്പോഴേ അവർ നിർത്തിയെന്ന്. നമ്മളൊരു സ്ഥലത്ത് പറഞ്ഞുണ്ടാക്കാറാണ് പതിവ്. അപ്പോൾ അവർ നിർത്തിയെന്ന് പറയാം. അപ്പോൾ അവർ കുറച്ച് ചട്ടികൾ നമുക്ക് പൈസ കൊടുത്തിട്ട് മേടിക്കേണ്ട വന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ അവർ വെറുതെ തന്നു നമുക്ക് കിട്ടാം. അപ്പോൾ ഇത് പെയിൻറ് ചെയ്യണം. ഈ ചട്ടികളൊക്കെ ഷായേട്ടനാണ് എനിക്കിങ്ങനെ നിരത്തി വെച്ചൊന്ന് പോയത്, കാരണം നല്ല വെയിറ്റ് ഉണ്ട്. എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, ഞാൻ സാധാരണ മുന്നൊക്കെ ഇതേപോലത്തെ വെയിറ്റുള്ള ചട്ടികളെ ഇറക്കി വെച്ചിട്ട് പെയിൻറ് ചെയ്യാറുണ്ട്. പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് ഒത്തിരി കമൻറ്റ് വന്നു, നാളെ പൊളിച്ചപ്പോൾ ഇതേപോലത്തെ പണികൾ എടുക്കാതിരിക്കുമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ഉള്ളതൊന്നും. അപ്പോൾ ഞാൻ എന്നിട്ടെന്നറിയോ, ഫൈബ്രോയിഡ് എന്ന് പറയുമ്പോൾ എനിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത തന്നെ അതിൻ്റെ ഒരു സീരിയസ്നെസ് ആയിട്ട് ഞാൻ എടുക്കണില്ല, അതാണ്. പക്ഷെ എല്ലാവരും പറയുമ്പോഴാണ് എനിക്കത് മനസ്സിലാവണേ വേണ്ടാന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ വലിയ വെയിറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഷായിട്ട് ഇറക്കി വെച്ച് തന്നു. പിന്നെ ഇതൊക്കെ പെയിൻറ് ചെയ്യട്ടെ. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെ ഇങ്ങനത്തെ പെയിൻറ് ചെയ്യണ ഒരെണ്ണം കുറച്ചുണ്ടായിരുന്നു. അവരത് ഇതാ ബാക്കിൽ അവർ ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ഭാഗത്ത് എന്താ പറയുക, എവിടെ നിന്ന് ഞാനവിടെ ഒരു ഭാഗത്താണ് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവരെന്തോ അതെടുത്തുകൊണ്ട് പോയി ആകെ മേലൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. ആ നിലത്തെ ടൈലുമ്പത്ത് ഇപ്പോഴും പോയിട്ടൊന്നുമില്ല കേട്ടാ. എന്ത് വെയിറ്റാ, പക്ഷെ ഇത്ര വെയിറ്റ് ഉള്ളത് വേണമെന്നേ, അല്ലെങ്കിൽ ഇവരെ ഓടുമ്പോൾ അത് എന്തായാലും പൊട്ടിക്കൊണ്ടേയിരിക്കും നമ്മുടെ അടുത്ത ചട്ടികളെല്ലാം. അല്ലാതെ വേറെ നശിപ്പിക്കുന്ന സ്വഭാവമൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ നല്ല കുട്ടികളെ ഉണ്ട് ഇപ്പോൾ. മറട്ടാണോ മോനെ? ഇപ്പോൾ കുറേ നാളായിട്ട് ചട്ടി പെയിൻറ്റിലില്ല, കാരണം ഒരുവിധമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ ചട്ടികളൊക്കെ പെയിൻറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു ഡ്രസ്സ് തന്നെയുണ്ട് പെയിൻറ്റ് ചെയ്യാനായിട്ട്. ആ ഡ്രസ്സ് മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇതിപ്പോൾ ഈ ഡ്രസ്സുമൊക്കെ ആവാത്ത രീതിയിൽ വേണം അടിക്കാനായിട്ട്. നമ്മൾ എത്ര ശ്രദ്ധിച്ചടിച്ചാലും ചെറുതായിട്ടൊന്ന് തെറിക്കേ. നമ്മുടെ മൺചട്ടി പെയിൻറ് ചെയ്യണ പോലെയല്ല കേട്ടോ, വാർക്കച്ചട്ടി പെയിൻറ് ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പെയിൻറ് അങ്ങനെ പെട്ടെന്ന് പിടിക്കില്ല. പേളിക്കുട്ടിൻ്റെ മേലാവൂട്ടാ. കണ്ടവൾക്ക് പറഞ്ഞാൽ മനസ്സിലായ പോലെ വേഗം പോയി പേളി. ചിലപ്പോഴേ നമ്മുടെ ചട്ടിയുമ്പോൾ തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പെയിൻ്റ് ആവേ. എനിക്ക് പെയിൻറ് ചെയ്യാൻ സമ്മതിക്കണില്ല ഇപ്പോൾ ടൈസും കൂട്ടെ. ഞാൻ ഒരു ചട്ടിയോടെ പെയിൻറ് ചെയ്ത് അങ്ങോട്ട് നീക്കി വെച്ച് അടുത്ത ചട്ടി വലിക്കുമ്പോഴേക്കും ഇവന് ഓടി വന്ന്, ഞാനിവിടെ ചട്ടി വെച്ച് ഇവിടെ ഇരിക്കാൻ നോക്കണ്ട, നോക്കിയേ ഓടി വന്ന് ഇവിടെ ഇരുന്നവൻ. അയ്യോ, അത് പറഞ്ഞപ്പോൾ പോണ് സമ്മതിക്കാണ്ടിരിക്കായിരുന്നു. പിന്നെ എന്തോ ടൈസം വന്നു കഴിഞ്ഞാൽ സാധാരണ കുട്ടിപ്പട്ടാളങ്ങൾ ബഹളം വെക്കാണ്ടിട്ടാ, പിന്നെ അവരും മിണ്ടാതെ എൻ്റെ പിന്നിലെന്നെ ഇങ്ങനെ ഇരിക്കുക. എന്താ പൊന്നോ? അനങ്ങാട്ട് കിടന്നോ മേടെ കുട്ടികൾ കേട്ടാ.
ദേ വീണ്ടും വന്നു അവൻ. ഇന്നെന്നെ കൊണ്ട് അവൻ പെയിന്റ് ചെയ്യിക്കില്ല. കണ്ടാ, ഇതാണ് ഇവന്റെ സ്വഭാവം. ഞാൻ പെയിന്റ് ചെയ്യണ്ടെന്ന് എന്നോട് വേർതിരിക്കാൻ പറയാൻ തോന്നുന്നുണ്ട്. നിർത്ത് പണിന്ന് പറയാണോ ടൈസ്? കണ്ടോ, ഇതാണ് ഇവന്റെ സ്വഭാവം. ഇങ്ങനെ ടൈസ് എനിക്കിത് പെയിന്റ് ചെയ്തേ പറ്റൂടാ. കണ്ടോ അവിടെ എടുക്കാനോ പോണേ. എങ്ങനെ പെയിന്റിങ്ങിന് എപ്പോൾ കഴിയുന്ന പറയണേ? ചെല്ലേ ടൈസാ, ചെല്ലേ ചെല്ലേ, കുറച്ചായിട്ട് ഒഴിഞ്ഞു തരാം. ഞാൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് ഒഴിഞ്ഞു കൊടുക്കലുണ്ടാവില്ല എന്ന് ഇവർക്ക് തന്നെ അറിയാം. ഇതാരും മടിയില്ലോ. ബെസ്റ്റ്. ഇതാണ് നമ്മുടെ ടീമുകൾ. ഇങ്ങനെയായി എന്തിട്ട് ചെയ്യാ. ഇനിയിപ്പോൾ അടുത്താൾ വരുന്നുണ്ടാവും ബ്രൂസ്. പേളിക്കുട്ടി പക്ഷെ കുറച്ച് നേരത്ത് വന്നിട്ട് പേളിക്കുട്ടിയെ പെയിൻ്റ് ആവും എന്ന് പറഞ്ഞാൽ എനിക്ക് പേളിക്കുട്ടി അങ്ങോട്ട് പോയി. ടൈസും കൊണ്ട് ഈ അവസ്ഥ നോക്കിയടാ. കല്യാണി നീ കാണണ്ടത് ധാരയുടെ മടിയിൽ കിടക്കണേ. നോക്കിയേ കല്യാണി, ധാര കിടക്കണേ. കല്യാണിയുടെ മുഖം നോക്കിയേ, നോക്കണ്ട മുഖം. കല്യാണിക്ക് ദേഷ്യം വരുന്നുണ്ട്. എൻ്റെ മടിയിലെ ടൈസൻ. പൊന്ന ടൈസൺ ഓടിപ്പിക്കണാ? കല്യാണിയെ ടൈസൺ ഓടിപ്പിക്കണാ? ഓടിപ്പിക്കണ്ട. അവൻ പാവല്ല പൊന്നോ. എണീക്ക് ടൈസ, ചെല്ലേ ടൈസ, ചെല്ലട ടൈസ. എന്തായാലും കുറച്ച് നേരം ടൈസൻ്റെ കൂടെ ഇരുന്നിട്ട് ഇനി ഞാൻ പെയിൻറ്റ് ചെയ്യണല്ലോ. കാരണം അല്ലെങ്കിൽ അവൻ എനിക്ക് പോവില്ല. ശരി ശരി, ഒഴിഞ്ഞു തരാം. കൊള്ളി പുഴുങ്ങാനായിട്ട് ഒരു കൊള്ളി ഞാൻ എടുത്തു കേട്ടോ, തൊലി ഇറച്ചി കളഞ്ഞിട്ട്. പിന്നെ അത് മാത്രമല്ല, ഇന്നിപ്പോൾ അമ്മ വരും കേട്ടോ. അമ്മേനെ കൊണ്ടുവരാനായിട്ട് മോൻ പോയിട്ടുണ്ട്. അപ്പം അമ്മ വരുമ്പോഴേക്ക് വേഗം കൊള്ളിയൊക്കെ പുഴുങ്ങി ചമ്മന്തിയൊക്കെ റെഡിയാക്കി വെക്കണം. നമ്മുടെ കൊള്ളി അവിടെ ഇരുന്ന് വേകുമ്പോഴേക്കും ചമ്മന്തി റെഡിയാക്കുന്നുണ്ട്. പച്ചമുളക്, ഉള്ളി, കണ്ട് ഇത്തിരിയോളം പുളി, പിന്നെ ഉപ്പ്, ഇത്രയും മാത്രം ഇട്ടിട്ട് നമ്മൾ ചമ്മന്തി കഴിക്കണേ കേട്ടോ. അപ്പം കല്ലിലാണ് ഞാൻ ആക്കണേ. കണ്ടോ, ചമ്മന്തി റെഡി ആയിട്ടാ. ഇനിയിപ്പോൾ നമുക്കിതിൽ ഇത്തിരി അഴവ് വേണമെന്നുണ്ടെങ്കിൽ കഞ്ഞി വെള്ളത്തിൻ്റെ തെളിയില്ലേ, അതൊരു തുണ്ട് ഒഴിച്ച് കൊടുക്കാം. അതിപ്പോൾ ഇതിൽ ചെയ്യണമെന്ന് എന്നിട്ടാണെന്നറിയോ, ഒരു തുണ്ട് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കും. ഇത്തിരി ഓളം കേട്ടോ. ചമ്മന്തി റെഡിയായി. നമുക്ക് കൊള്ളി വെന്തോ നോക്കാട്ടെ. പെട്ടെന്ന് തന്നെ വേവാറുണ്ട്. ഇതാ കണ്ടാൽ തന്നെ അറിയാം കൊള്ളി വെന്തുണ്ടെന്ന്. അപ്പോൾ ഇതാ ഒരു കഷ്ണം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, കൊള്ളി കൃത്യം പാകമാണ്. ഇത്രയും വേവണ്ടോ കേട്ടോ പുഴുങ്ങിയിട്ട് കഴിക്കുന്ന കൊള്ളിക്ക്. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിലുള്ള വെള്ളം നമ്മളൊന്ന് ഊറ്റിക്കളയും കേട്ടോ. ഞാനേ നമ്മുടെ പപ്പായ കാട്ടിത്തരാം കേട്ടോ. നല്ല കളറായി പപ്പായയുടെ ഉൾവശം. പഴുത്ത് വരും തോറും ടേസ്റ്റ് കൂടും ചെയ്യും കേട്ടോ. പക്ഷെ ഇവിടെ ഉണ്ണികൾക്ക്, അതായത് മക്കൾക്ക് നല്ല കറുകറുകായിട്ട് കടിക്കണം. അപ്പോൾ ഒരാളുണ്ടല്ലോ ഇവിടെ, അപ്പോൾ അവർ ഈ ഒരു പാകമാണ് ഇഷ്ടം. രണ്ടുപേർക്കും അങ്ങനെ തന്നെയാണ്. കണ്ടോ, ഇങ്ങനെ ചെത്തി വരുമ്പോൾ തന്നെ കണ്ടോ കളറ്, കണ്ടോ ഒരു പ്രത്യേക കളർ കണ്ടാ. നടു മുറിക്കുമ്പോൾ നോക്കിയോളൂ കേട്ടോ കളറ്. അതേപോലെ ഭയങ്കര കട്ടി, കുരക്ക് കുറവായിരിക്കേ. കണ്ടോ, ഒരു പ്രത്യേകതയാണ് ഈ പപ്പായ. പപ്പായ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തുവിട്ടെ. ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി പെട്ടെന്ന്. ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്ത് നോക്കണേ. അപ്പോൾ അമ്മ വരുമ്പോഴേക്കും എല്ലാതും ഒന്ന് റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പണികളൊക്കെ കഴിയുന്നതോട് കൂടി തന്നെ അമ്മ വന്നു കേട്ടോ. അപ്പോൾ അമ്മേനെ ഒത്തിരി വില അന്വേഷിക്കാറുണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ട് സ്മിത, അമ്മയ്ക്ക് സുഖമാണോ എന്നൊക്കെ. അമ്മയ്ക്ക് ശരിക്കും അന്ന് അസുഖം വന്നതിന് ശേഷം അമ്മയ്ക്ക് ശരിക്കും ശരീരത്തിന് സുഖം ഇല്ല എന്ന് തന്നെ പറയാം. കാരണം അന്ന് കൈവേദന വന്നു, അതേപോലെ തന്നെ കാലുവേദനയൊക്കെ ആയിട്ടൊരു ബുദ്ധിമുട്ടുകളൊക്കെ അമ്മയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് ശ്വാസം മുട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടോ അമ്മയ്ക്ക് നല്ല ക്ഷീണമായി. ഇപ്പം അമ്മ വീണ്ടും പഴയ പോലെ ഉഷാറൊക്കെ ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിതാ ചായ കുടിക്കായിരുന്നു കേട്ടോ. ഇന്ന് എല്ലാതും ആക്കി വെച്ചിട്ടേ അമ്മേനെ വെയിറ്റ് ചെയ്തിരുന്ന കാരണേ എല്ലാവർക്കും ഒരു ധൃതിയായിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. കട്ടൻ ചായ ഇട്ടത് അല്ല, കൊള്ളിയുടെ കൂടെ കട്ടൻ ചായ ആണല്ലോ നല്ലത്. അപ്പം അത് കാരണം ചമ്മന്തി. ചേട്ടാ നമുക്ക് ആദ്യം അബി മുറിച്ചാലോ? നോക്കാം. അതെ, ആദ്യമായിട്ടാ ഞാൻ ആദ്യമായിട്ടാ അത് കാണുന്നത്. അല്ല, കാണുന്നതെന്ന് വെച്ചാ മേടിച്ചിട്ടില്ല, ഇതവരെ തിന്നിട്ടില്ല. ഇതിന്റെ ഉള്ളിൽ എങ്ങനെയാന്നുള്ളത് അറിയില്ലേ. എല്ലാവരും അമ്മയായാലും കഴിച്ചിട്ടില്ല.
അതിന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ള അറിയില്ല. നമ്മളെ യൂട്യൂബ് നോക്കിയത് ഇങ്ങനെ തിന്നാന്നുള്ളത്. അപ്പൊ ഇങ്ങനെ എല്ലാവരും നടു മുറിക്കണു. അതല്ല ഞാൻ അങ്ങനെ മുറിക്കല് നോക്കി. അപ്പൊ അവര് കുരു കട്ട് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഫുള്ള് മുറിക്കണില്ലേ? ഇല്ലല്ലേ? ഏയ് ഇങ്ങനെ ആയിക്ക. അപ്പൊ അല്ലെ ആ കുരു കട്ട് ചെയ്ത് പോവും. ഓ നല്ല മാതിരി പഴുത്തുണ്ട് കേട്ടാ. കണ്ട ഒരൊറ്റ കുരു ശരിക്കും ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത്. ഇത് കഴിക്കുമ്പോ എങ്ങനെയാണാവോ അല്ലേ? നോക്കിയത് അമ്മ നോക്കിയേ. നോക്കി നോക്കട്ടെ. പിന്നെന്തോ രണ്ടുപേരെയൊന്നും എടുക്കാട്ടെ ഞാൻ. എങ്ങനെയുണ്ട് അമ്മ? ഉണ്ണിക്കുട്ടനെ എങ്ങനെയുണ്ട് ഷേട്ടാ? മോൻ്റെ കരഞ്ഞപ്പോൾ ഒരാളുണ്ട്. ശരിക്കും കരിക്കിന്റെ ഒരു സ്മെല്ല് ഇതൊക്കെയുണ്ട്. പിന്നെ പനന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. അമ്മയ്ക്കോ? ഇല്ലേ, നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. അമ്മ കഴിച്ചമ്മ. ആ ഒട്ടൂടെ എടുത്തേക്കുന്ന ഇതിന്റെ പകുതി എടുത്തേക്ക് ഇതിലുണ്ട്. ശരിക്കും പനന്നും കഴിക്കുന്ന മാതിരി ഉണ്ട് കേട്ടാ. അല്ലേ? നല്ല പഴുത്തിട്ടുണ്ട് അല്ലേ? പനന്നങ്കിന്റെ തന്നെ അതന്നെ, പനന്നങ്കിന്റെ പോലെ തോന്നണേ. നമ്മ കുറച്ചുകൂടി എടുത്തോ. ഇഷ്ടായിട്ട് നമ്മ വേണ്ട അതേ ഉണ്ണിക്കുട്ടൻ്റെ അടുത്തേക്കാൻ വേണ്ടിട്ട് അമ്മ കുറച്ചുകൂടി എടുത്തമ്മ. അത് വെക്കാം. നമ്മ കഴിച്ചോ. നല്ല രസമുണ്ട്. അയ്യോ അപ്പൊ ഇത് ഇനി നന്നായി നോക്കണം. എന്നാ നമ്മ കഴിച്ചോ. ഇനി ഒരെണ്ണം കൂടി നിൽക്കുന്നുണ്ട്. ഇവിടെ പൂവുണ്ടാവുണ്ടല്ലോ. അപ്പൊ ഇനി നമ്മളെന്തായാലും ഇത് വളർത്തി നന്നായി ശ്രദ്ധിക്കും. ഇത് രസമുള്ള കാരണമാണ്. പിന്നെ പപ്പായയുടെ കാര്യം പിന്നെ പറയണ്ട. ഭയങ്കര ടേസ്റ്റാല്ലേ ഷേട്ടി പപ്പായ? നല്ല രസാ. ചമ്മന്തിയും കപ്പയും. കപ്പ എന്ന് പറഞ്ഞാൽ കൊള്ളി, ഞങ്ങൾ കൊള്ളി എന്ന് പറയാ. ഇനി നമ്മുടെ മുളക് പൊട്ടിക്കാം. മുളക് എന്നും പൊട്ടിക്കാണ്ടാവും കേട്ടോ. ഇപ്പോൾ ആദ്യം 2 ദിവസം കൂടുമ്പോൾ പൊട്ടിച്ചാൽ മതിയായിരുന്നു. ഇപ്പം എന്നൊന്നും പറയണ പോലെ പൊട്ടിക്കണം. കാരണം നന്നായിട്ട് പഴുത്തിട്ടുള്ള മുളക് മാത്രമാണ് നമ്മൾ പൊട്ടിച്ചെടുക്കണതേ. വേണ്ടതേ ഒരു പ്ലേറ്റ് വേണമെന്ന് നിറച്ച് മുളക് പൊട്ടിച്ചെടുത്തു കേട്ടാ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നോക്കുമ്പോൾ അറിയാം ചെറിയൊരു കളർ കയറിയതൊന്നും ഞാൻ പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ നാളെ അതേപോലെ സമയമാകുമ്പോൾ പൊട്ടിക്കാറാവും നമുക്ക്. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ നമ്മുടെ യൂണിക് ഫാമിലി 2.0 നമ്മുടെ പാചകം വയ്ക്കാൻ പോകാട്ടാ. ഇന്ന് നമ്മുടെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ വട്ടയപ്പാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വട്ടയപ്പാണ് നമ്മളിന്ന് ഉണ്ടാക്കണേ. പിന്നെ നമ്മുടെ ഇതാ പാചകമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിന്നു. അപ്പം നല്ല സോഫ്റ്റായി. ഞാൻ മുന്നേ പറഞ്ഞ പോലെ നല്ല വട്ടയപ്പാണ്. അടിപൊളിയാ. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ഈ വട്ടയപ്പം ഉണ്ടാക്കിക്കോളൂട്ടാ. പക്ഷേ ഇതിൻ്റെ റെസിപ്പിയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂണിക് ഫാമിലി 2.0 പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ വട്ടയപ്പമ്മേ ക്രിസ്മസിന് വട്ടയപ്പം നേരത്തെ ഉണ്ടാക്കി. അത് നമ്മുടെ വീഡിയോയിലേക്ക് വേണമല്ലോ. നമ്മ കഴിച്ചിട്ട് ടേസ്റ്റ് പറയും. രസമായില്ലേ? അമ്മേനെ ടേസ്റ്റിനായിട്ട് അങ്ങോട്ട് കൊണ്ടുവരത്ത എന്താണെന്നറിയോ? അമ്മ കുട്ടിപ്പട്ടാളങ്ങളിൽ ആരും അങ്ങോട്ട് ഇറങ്ങിയില്ല. അവർ അമ്മേനെ മേലെ വന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അമ്മ ദാഹം എടുക്കും. അത്രയും വെയിറ്റിൽ അവർ വരിക. നമ്മുടെ മേലെ നിൽക്കുമ്പോൾ നമ്മൾ ബലം പിടിച്ചിട്ട് നിൽക്കുക. അല്ലെങ്കിൽ പിന്നെ അമ്മേനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുതന്നെ. നല്ല രസമായിട്ടില്ലേ അമ്മ? നല്ല ഇതൊക്കെയല്ലേ?
കണ്ടോ ഒത്തിരി എന്താ പറയാ ചൂടാറും തോറും ടേസ്റ്റ് കൂടി കൂടി വരിക അല്ലേ അതേപോലെ എനിക്ക് തോന്നി അല്ല അവിടെ ഇരുന്നോട്ടെ എൻ്റെ ബോൾട്ടേ ബോൾട്ടേ അല്ല അവിടെ ഇരിക്കട്ടെടാ ബോൾട്ട് മോൻ എന്താ വാശി നമ്മുടെ അല്ലു അവിടെ ഇരിക്കണ കണ്ടിട്ടാണ് ബോൾട്ട് മോൻ കിടന്ന് ഇങ്ങനെ ഓളിരുന്നേ കണ്ടോ അവളെ കണ്ടിട്ട് കല്യാണി കുട്ടിയാണെങ്കിൽ അവിടെ ഒരാളിട്ടിട്ട് മെരുക്കുണ്ടിട്ടാ ഞാനേ നമ്മുടെ ടൈസൺ ഉണ്ടല്ലോ എന്നെ കൊണ്ട് ആ സമയത്ത് ചട്ടി അടുപ്പിക്കാൻ സമ്മതിച്ചേ ഇല്ല അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നി എല്ലാം കഴിഞ്ഞപ്പോഴേ ഈ നേരത്ത് നല്ല സുഖം നല്ല തണുപ്പാ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാനായാലും അപ്പൊ തോന്നി ഇപ്പൊ ഇരുന്ന് പെയിന്റ് കാണിച്ചിട്ട് ഈ സമയത്ത് ഇരുന്നു അമ്മേനാണെങ്കിൽ ഇങ്ങോട്ട് പുറത്തിറക്കിയില്ല കാരണം നല്ല തണുപ്പുണ്ടേ അപ്പൊ പിന്നെ അവിടെ കുട്ടിപ്പട്ടാണങ്ങളുണ്ടല്ലോ പിന്നെ അപ്പുറത്താണെങ്കിൽ നമ്മുടെ അല്ലും ഉണ്ട് ഏറ്റവും സുഖ ഈ ഒരു സമയത്ത് എന്തെങ്കിലും പുറത്ത് ചെയ്യാനായിട്ടാ നല്ല തണുപ്പുണ്ട് കേട്ടോ നമ്മുടെ അവിടെ ഇപ്പോ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല എന്താ പറയാ ചെറിയ കാറ്റും അതേപോലെ നല്ല തണുപ്പും അങ്ങനത്തെ ഒരു അന്തരീക്ഷം ഇപ്പൊ വൈകിട്ട് പൊന്നു ബോൾട്ട് മോൻ എന്താടാ അല്ല എന്തോ ഒരു സൗകര്യം എൻ്റെ മക്കൾക്ക് ചെയ്തന്നെ അവൾ എത്ര ഒതുങ്ങിയിട്ട് ഇപ്പോ എന്നിട്ട് കരയായിരിക്കേ അവളെ കാണുമ്പോ നമ്മളങ്ങ് അല്ലുവിനെ കൊഞ്ചിക്കണ കണ്ടിട്ടുണ്ടെങ്കിലേ പറയണ്ട ഇവർക്ക് ഭയങ്കര പിണക്കാ ചട്ടിയുടെ കൂടെ ഞാൻ നടക്കണ പോലെ കേട്ടാ നല്ല വെയിറ്റാ ഓരോ ചട്ടി പെയിന്റ് ചെയ്യുമ്പോഴും പതുക്കെ അങ്ങോട്ട് നീങ്ങി നീങ്ങി ഇരിക്കുക ഈ ചട്ടിയൊന്നും മണ്ണൊക്കെ നിറച്ച് കഴിഞ്ഞാൽ തീരെടുത്ത് നീക്കാൻ പറ്റില്ല ചട്ടി കൊണ്ടച്ച് അവിടെ വെച്ചിട്ട് മണ്ണ് നിറച്ച് ചെടി വയ്ക്കേണ്ടി വരും ഞാൻ അങ്ങനെ എൻ്റെ പെയിൻറ്റിങ് ഇതാ കഴിഞ്ഞു തുടങ്ങിയിട്ടാ അതായത് ഞാൻ ചട്ടിയിലൊപ്പം ഇങ്ങോട്ട് നീങ്ങി പോലെ ചെയ്തേ ചട്ടി ഇരിക്കണേൻ്റെ അടുത്തേക്ക് നീങ്ങി നീങ്ങി ഇവിടെ എത്തി അവിടെ നിന്ന് തുടങ്ങിയിട്ടാ കാരണം ഞാൻ പറഞ്ഞല്ലോ അത്ര വെയിറ്റ് ഉണ്ടേ അപ്പോൾ എത്രയും ചട്ടികൾ പെയിൻറ്റ് ചെയ്തു ഈ 2 ചട്ടി ഞാൻ പെയിൻറ്റ് ചെയ്യണില്ലേ കാരണം എന്താണെന്നറിയാം ഞാൻ പറഞ്ഞില്ലേ അവർ ചട്ടി മേടിക്കാൻ പോയി ഇപ്പം നമുക്ക് വെറുതെ ചട്ടികൾ തന്നു ആ വെറുതെ തന്നതിൽ പെട്ടിട്ടുള്ള ഈ 2 എണ്ണയ്ക്ക് അപ്പോൾ ഇത് മരത്തിൻ്റെ ഡിസൈൻ പോലത്തെയാണ് അപ്പോൾ നമ്മുടെ കുട്ടിപ്പെട്ടാണങ്ങളുടെ അവിടെ എന്തായാലും പണി കഴിയുമ്പോൾ പെയിൻറ്റ് ചെയ്യുന്ന ആൾ വരും അപ്പോൾ അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാം നല്ല മരത്തിൻ്റെ പോളിഷ് പോലെ കൊടുപ്പിച്ചിട്ടേ അപ്പോൾ ആ 2 അവിടെ ഇരിക്കട്ടെ ബാക്കിയെല്ലാം കഴിഞ്ഞു പട്ടാള കഴിഞ്ഞു എൻ്റെ പണി നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ കൂട്ടിലാട്ടോ ഇത് നമ്മളൊരു സ്റ്റാർ കെട്ടുന്നത് അപ്പോൾ താൻ വെച്ച് കൂട്ടാനോ എല്ലാവരും നോക്കിക്കണ്ട അടിയിലേ പക്ഷെ മുകളിലേക്ക് അവർ അത്ര കൂടെ ശ്രദ്ധിക്കണില്ല ഏട്ടാ ഷായിട്ടാ അതെ ബോൾട്ടുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള സ്റ്റാറാ ഇങ്ങനെ തിരിച്ച ഷായിട്ടാ അത് ഫുള്ളായിട്ട് കാണാൻ കണ്ട നല്ല ഭംഗിയുള്ള സ്റ്റാറാട്ടാ റൊണാൾഡോ നോക്കിയേ ക്രിസ്മസ് ആകുമ്പോഴേക്കൊക്കെ അതന്നെ കൂടൊക്കെ ശരിയാക്കി എടുക്കണം വെച്ചതായിരുന്നു വെറുതെ നടന്നില്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രക്കൊക്കെ ഉള്ളോട്ടാ കുട്ടിപ്പട്ടാളങ്ങൾ ഇങ്ങനെ കിടന്ന് ഓടി നടക്കണുണ്ട് അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ് നിർത്തല്ലോ അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാ